കാൽഷ്യത്തിന്റെ കുറവ് പരിഹരിക്കാൻ ഈ 10 ഭക്ഷണങ്ങൾ. കാൽഷ്യത്തിന്റെ പ്രധാന ഉറവിടം നാം കഴിക്കുന്ന ഭക്ഷണത്തിലാണുള്ളത്. എല്ലുകളുടെ ആരോഗ്യത്തിനായി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാൽഷ്യം അടങ്ങിയ 10 ഭക്ഷണങ്ങളെ പരിചയപ്പെടാം. പാല്. 1 കപ്പ് പാലിൽ 300 മൈക്രോഗ്രാം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇവയിൽ ഫാറ്റും കുറവാണ്. അതിനാൽ കാൽഷ്യത്തിന്റെ കുറവിനെ പരിഹരിക്കാനും എല്ലുകളുടെ ആരോഗ്യത്തിനും പാൽ കുടിക്കുന്നത് നല്ലതാണ്. 2 ഇലക്കറികൾ. പോഷകങ്ങൾ ധാരാളം അടങ്ങിയ ഇലക്കറികളിൽ നിന്നും ശരീരത്തിന് ആവശ്യമായ കാൽഷ്യം ലഭിക്കും. അതിനാൽ ചീര, ബ്രൊക്കോളി, മുരിങ്ങയില തുടങ്ങിയവ പതിവായി ഡയറ്റിൽ ഉൾപ്പെടുത്താം. 3 മത്സ്യം. മത്സ്യങ്ങളിൽ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വൈറ്റമിൻ ഡിയും ഒമേഗ 3 ഫാറ്റി ആസിഡും ഇവയിലുണ്ട്. അതിനാൽ ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. 4 ബദാം. 1 കപ്പ് ബദാമിൽ 385 ഗ്രാം കാൽഷ്യം അടങ്ങിയിരിക്കുന്നു. ഒരു ദിവസം ശരീരത്തിന് ആവശ്യമുള്ള കാൽഷ്യത്തിന്റെ 1/3 ഭാഗത്തോളം വരുമിത്. അതിനാൽ പതിവായി ബദാം കഴിക്കുന്നത് കാൽസ്യത്തിന്റെ അഭാവത്തെ തടയാം. 5 ചിയ സീഡ്സ്. ചിയ വിത്തുകളാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ഇവയിൽ കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ എല്ലുകളുടെ ആരോഗ്യത്തിന് ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്താം. 6 ബീൻസ്. ഫൈബർ, പ്രോട്ടീൻ, കാൽഷ്യം തുടങ്ങിയവ ബീൻസിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതിനാൽ സോയ ബീൻസ്, ഗ്രീൻ ബീൻസ് തുടങ്ങിയവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. 7 ഡ്രൈഡ് ഫിക്സ്. ഡ്രൈഡ് ഫിക്സ് ആണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. 1/2 കപ്പ് ഡ്രൈഡ് ഫിക്സിൽ 120 മൈക്രോഗ്രാം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. 8 ഓറഞ്ച്. വൈറ്റമിൻ സി, കാൽഷ്യം തുടങ്ങിയവ അടങ്ങിയതാണ് ഓറഞ്ച്. അതിനാൽ ഇവ കഴിക്കുന്നതും എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. 9 ഈന്തപ്പഴം. 100 ഗ്രാം ഈന്തപ്പഴത്തിൽ 64 മില്ലിഗ്രാം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഈന്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. 10 യോഗേർട്ട്. കൊഴുപ്പ് കുറഞ്ഞ യോഗേർട്ടിൽ ഉയർന്ന തോതിൽ കാൽഷ്യം അടങ്ങിയിരിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പേശിവലിവ്, കൈകാലുകൾ മരവിപ്പ്, വിരലുകളിൽ മരവിപ്പ്, ദന്തക്ഷയം, പൊട്ടുന്ന പല്ലുകൾ, പല്ലുകൾ പെട്ടെന്ന് കേടാവുക തുടങ്ങിയവയൊക്കെ കാൽഷ്യം കുറവിനെ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളാകാം. അതുപോലെ വരണ്ടതും പൊട്ടുന്നതുമായ നഖങ്ങൾ, വരണ്ട ചർമ്മം, പരുക്കൻ തലമുടി, ചർമ്മത്തിലെ ചൊറിച്ചിൽ തുടങ്ങിയവയൊക്കെ കാൽഷ്യം കുറവ് മൂലം ഉണ്ടാകാം. എല്ല് തേയ്മാനം, എല്ലിൽ ധാതുബലം കുറയ്ക്കുന്ന അവസ്ഥ തുടങ്ങിയവയെല്ലാം കാൽഷ്യം കുറവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷീണം പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. എങ്കിലും എപ്പോഴും അസഹനീയമായ ക്ഷീണം നേരിടുന്നത് കാൽഷ്യത്തിന്റെ കുറവിനെ സൂചിപ്പിക്കുന്ന ലക്ഷണമാകാം.